بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. أما بعد، സഹോദരങ്ങളെ, പ്രിയമുള്ള ഈ മസ്ജിദിലെ വിദ്യാർത്ഥികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഖന്ദഖ് യുദ്ധത്തിന്റെ ചരിത്രമാണ് അവസാനം നമ്മൾ വിവരിച്ചത്. അതിനുശേഷം തൊട്ടുടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന, അവിടുത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട സുപ്രധാനമായ ഒരു സംഭവമാണ് ബനു ഖുറൈദ എന്ന യഹൂദ ഗോത്രവുമായി ഉണ്ടായ യുദ്ധം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ അഹ്സാബ് യുദ്ധത്തിൽ, ഖന്ദഖ് യുദ്ധത്തിൽ മദീനയിൽ താമസിച്ചിരുന്ന യഹൂദ ഗോത്രമായിരുന്ന ബനു ഖുറൈദ വലിയ ചതിയാണ് മുസ്ലിമീങ്ങളോട് ചെയ്തത്. മുസ്ലിമീങ്ങളുമായി കരാറിലുണ്ടായിരുന്നവർ മദീനയിൽ മുസ്ലിമീങ്ങളുമായി സമാധാനത്തിൽ കഴിഞ്ഞു പോന്നവർ ഒരു നിർണായക ഘട്ടത്തിൽ 10,000 വരുന്ന സൈന്യങ്ങൾ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവർ കരാർ ലംഘിച്ചു. യഹൂദർ, ബനു ഖുറൈദ ഗോത്രക്കാർ മുസ്ലിമീങ്ങളോടുള്ള കരാർ ലംഘിച്ചു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശത്രുവിന്റെയും മോഹം പൂർത്തീകരിക്കാതെ അല്ലാഹുവിന്റെ റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾക്കും രക്ഷ നൽകുകയുണ്ടായി. 10,000 വരുന്ന സൈന്യങ്ങൾ പരാജിതരായി, നിരാശരായി മടങ്ങേണ്ടി വന്നു. അതിനുശേഷം തൊട്ടുടനെ ബനു ഖുറൈദയുമായി യുദ്ധം ചെയ്യാൻ, അവരെ നേരിടാൻ, ഈ കൊടും ചതിക്കും വഞ്ചനക്കുമുള്ള ശിക്ഷ അവർക്ക് നടപ്പിലാക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്. ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ലമ്മ റജഅ النبي صلى الله عليه وسلم من الخندق, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്ദഖിൽ നിന്ന് മടങ്ങിയപ്പോൾ വവദഅ السلاح, ആയുധം താഴെ വെച്ചപ്പോൾ, വഗ്തസൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം കുളിച്ചപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്ദഖിൽ നിന്ന് മടങ്ങി ആയുധം താഴെ വെച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചു. അതാഹു ജിബ്രീലു അലൈഹിസ്സലാം, അതാ ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. ഫഖാൽ, എന്നിട്ട് ജിബ്രീൽ നബിയോട് ചോദിച്ചു, ഖദ് വദഅത السلاح, താങ്കൾ ആയുധം താഴെ വെച്ചുവോ? വല്ലാഹി മാ വദഅനാഹു, അല്ലാഹുവാണ്, ഞങ്ങൾ മലക്കുകൾ അത് താഴെ വെച്ചിട്ട്. അഥവാ ഖന്ദഖിൽ മുസ്ലിമീങ്ങളെ സഹായിക്കാൻ, മുശ്രിക്കുകളുടെ മനസ്സിൽ ഭയമിട്ട് കൊടുക്കാൻ അള്ളാഹുവിന്റെ സൈന്യമായ മലായികത്ത് വന്നിരുന്നു. അവരുടെ കയ്യിൽ ആയുധമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഖ്യകക്ഷികളെ നേരിട്ട് വന്ന് ആയുധം താഴെ വെച്ച് കുളിച്ച് ഇരിക്കെ ജിബ്രീൽ പറയുകയാണ്, ആയുധം താങ്കൾ താഴെ വെച്ചുവോ? ഞങ്ങൾ താഴെ വെച്ചിട്ടില്ല, ഞങ്ങളത് താഴെ വെച്ചിട്ടില്ല. ഫഖ്റുജി ഇലൈഹി, കൂട്ടരിലേക്ക് പുറപ്പെട്ടുകൊള്ളുക. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഇല ഐൻ, എങ്ങോട്ട്, എവിടേക്ക്? ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ പറഞ്ഞു, ഹാ ഹുനാ, ഇദാ ഇവിടെ. വഅശാറ ഇലാ ഖുറൈദ, ബനു ഖുറൈദ ഗോത്രക്കാർ താമസിക്കുന്നിടത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. فخرج النبي صلى الله عليه وسلم إليه, അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ
അവരെ നേരിടാൻ പുറപ്പെടുകയാണ്. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കഅന്നി അൻദുറു ഇലാ ജിബ്രീൽ അലൈഹിസ്സലാം മിൻ ഖലലിൽ ബാബ്. ഞാൻ വാതിലിന്റെ ഒരു വിടവിലൂടെ ജിബ്രീലിനെ നോക്കിക്കാണുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം ദഹ്യ ഇബ്ൻ ഖലീഫ അൽ കൽബി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ രൂപത്തിലാണ് മിക്കവാറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വരാറുണ്ടായിരുന്നത്. മനുഷ്യരൂപത്തിൽ വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പൊതുവെ ദഹ്യ എന്ന സഹാബിയുടെ രൂപത്തിലായിരുന്നു വന്നിരുന്നത്. ദഹ്യ ഇബ്നു ഖലീഫ അൽ കൽബി റളിയല്ലാഹു അൻഹു. അദ്ദേഹം സഹാബിമാരിൽ വലിയ ഭംഗിയുണ്ടായിരുന്ന സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ വേഷത്തിൽ ആണ് വന്നിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ വാതിലിനിടയിലൂടെ നോക്കിക്കാണുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഖദ് അസബ റഅസഹു മിനൽ ഗുബാർ. അദ്ദേഹത്തിന്റെ തലയിൽ പൊടി പുരണ്ടിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ അതാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുകയാണ്. മലായികത്ത് അവർക്ക് മുന്നേ പുറപ്പെട്ടു വന്നാൽ, മലായികത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപേ ശത്രുക്കളിൽ അവരുടെ ഹൃദയത്തിൽ ഭീതി നിറക്കാനായി പുറപ്പെട്ടു. അങ്ങനെ ആ കൊടിയ വഞ്ചകന്മാരായ ബനു ഖുറൈദ ഗോത്രക്കാരുടെ അരികിലേക്ക്, അവരുടെ താമസ സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. മദീനയുടെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഗോത്രത്തെ ഉപരോധിക്കുകയാണ്. അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത രൂപത്തിൽ അവർ അകത്തവരുടെ കോട്ടകളിൽ കഴിയേണ്ടി വരികയാണ്. 25 നാളുകൾ ആ ഉപരോധം നീണ്ടു. 25 ദിവസങ്ങൾ ആ ഉപരോധം നീണ്ടുപോയി. ഒടുവിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ആളെ പറഞ്ഞയക്കുകയാണ്. എന്ത്? നിങ്ങൾ ബനു നദീർ ഗോത്രക്കാർക്കൊക്കെ നൽകിയതുപോലെ, അവർക്ക് ഇളവ് നൽകിയതുപോലെ ഞങ്ങൾക്കും നൽകണം. അങ്ങനെ ഒരു കരാറിൽ ഞങ്ങൾ ഇറങ്ങാം. എന്താണ് ബനു നദീറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നൽകിയിരുന്നു? നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതൊക്കെ കൊണ്ടുപോയിക്കോളൂ, ഇവിടുന്ന് രക്ഷപ്പെട്ടോളൂ എന്ന നിലക്ക് അവരുമായി തീരുമാനമുണ്ടാക്കി. അതുപോലെ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം. എന്നാൽ അത് അവരുടെ ആവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചില്ല. പിന്നെ അവർ പറഞ്ഞു, ശരി എങ്കിലൊന്നും കൊണ്ടുപോകണ്ട, പോകാൻ മാത്രം അനുവദിച്ചാൽ മതി. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു ഉപാധിയുമില്ലാതെ നബി എന്ത് അവരിൽ വിധിക്കുന്നുവോ ആ വിധി നടപ്പിലാക്കാൻ സമ്മതിച്ചുകൊണ്ട് ഇറങ്ങാൻ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുള്ളൂ. ഒടുവിൽ അവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിക്ക് കീഴടങ്ങാൻ തയ്യാറായിക്കൊണ്ട് കോട്ടകളിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ബനു ഖുറൈദ ഗോത്രം യഥാർത്ഥത്തിൽ ഔസ് ഗോത്രക്കാരുടെ ഹലീഫുകളായിരുന്നു. അവരുമായിട്ടായിരുന്നു ബനു ഖുറൈദക്ക് നേരത്തെ സഖ്യമുണ്ടായിരുന്നു. യഹൂദികളിലെ ബനു നദീർ ഗോത്രം ഖസ്റജ് ഗോത്രക്കാരുടെ സഖ്യകക്ഷികളായിരുന്നു ജാഹിലിയ്യത്തിൽ. അതുകൊണ്ടാണ് ബനു നദീറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഉപരോധിച്ച സമയത്ത് മുനാഫിഖായ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ, മുനാഫിഖുകളുടെ നേതാവ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നതാണ്, അവർ ഞങ്ങളുടെ ആളുകളാണ്, അതുകൊണ്ട് അവരെ ശിക്ഷിക്കരുത്, അവരെ വിട്ടയക്കണം. ഖസ്റജ് ഗോത്രക്കാരനാണ് ആര്? മുനാഫിഖുകളുടെ തലവനായ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. എന്നാൽ ഔസ് ഗോത്രക്കാരുടെ സഖ്യകക്ഷിയായിരുന്നു ജാഹിലിയത്തിൽ യഹൂദികളിലെ ഏതു ഗോത്രം? ബനു ഖുറൈള. ഔസിന്റെ സഖ്യകക്ഷികളായിരുന്നു ബനു ഖുറൈള. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപരോധിച്ചിട്ടുള്ളവർ ഔസ് ഗോത്രക്കാരായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്നാൽ അവരെ ബനു നദീറിനോട് ചെയ്തതുപോലെ ചെയ്തേക്കുക, വിട്ടേക്കുക. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അവരുടെ കാര്യത്തിൽ വിധി പറയട്ടെ.
അത് മറ്റാരുമായിരുന്നില്ല, ഔസ് ഗോത്രത്തിന്റെ നേതാവായിരുന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. യഹൂദികൾക്ക് അത് സന്തോഷമായി എന്ന, കാരണം അവരുമായി നല്ല ബന്ധത്തിൽ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ഔസ് ഗോത്രക്കാർ, അവരുടെ നേതാവ് സഅദ് ഇബ്നു മുആദാണ് ഇനി ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനം പറയാൻ പോകുന്നത്. അതിൽ അവർക്ക് തൃപ്തിയായിരുന്നു, അതിൽ അവർക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു മുആദിനെ, ആ മഹാനായ സഹാബിയെ വിളിക്കാൻ പറഞ്ഞയക്കുകയാണ്. സഅദ് എവിടെയാണുള്ളത്? സഅദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ ചികിത്സയിൽ കഴിയുകയാണ്. കാരണം സഅദിന് ഖന്തഖ് യുദ്ധത്തിൽ കയ്യിൽ പരിക്കേറ്റിരുന്നു, നിൽക്കാതെ രക്തം വാർന്നുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരിച്ചു കളയാൻ നോക്കിയിട്ട് രക്തം നിൽക്കുന്നില്ല, വാർന്നുകൊണ്ടേയിരിക്കണം. സഅദ് ആ സമയത്ത് ദുആ ചെയ്തു. എന്താണ് ദുആ ചെയ്തത്? അല്ലാഹുവേ, ബനൂ ഖുറൈളക്കാരുടെ കാര്യത്തിൽ എന്റെ കൺകുളിർപ്പിക്കുന്ന, സമാധാനം നൽകുന്ന തീരുമാനമുണ്ടാക്കാതെ അല്ലാഹു നീ എന്നെ മരിപ്പിക്കരുതേ. കാരണം ആ വഞ്ചന അവർ കാണിച്ചതിന് സഅദിന് അവരോട് ആ വിരോധമുണ്ടായിരുന്നു. ആ ചതി ഏറ്റാൽ ഏതു മനുഷ്യനുമുണ്ടാകുന്ന പ്രയാസം ഉമ്മച്ചിനോടാണ് അവർ ആ ചെയ്തിട്ടുള്ളത്. സഅദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു ഈമാനികമായ രോഷം. സഅദ് ദുആ ചെയ്തിരുന്നു. അതോടെ ആ രക്തം അങ്ങനെ തന്നെ നിന്നു. പിന്നെ രക്തം വാർന്നു പോകുന്നില്ല. ആ പരിക്ക് കാരണത്താൽ സഅദിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇടയ്ക്കിടെ സന്ദർശിക്കാൻ പാകത്തിൽ ഒരു ഖുബ്ബയുണ്ടാക്കുകയും, ഒരു താമസിക്കാൻ ചെറിയ ഇടമുണ്ടാക്കുക, ഒരു കൂടാരം ഉണ്ടാക്കുകയും സഅദിനെ അവിടെ ചികിത്സിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ അതാ സഅദ് റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്തേറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ബനൂ ഖുറൈളക്കാരുടെ അരികിലേക്ക് വരികയാണ്. സഅദ് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂമു ഇലാ സയ്യിദിക്കും, അതാ നിങ്ങളുടെ നേതാവിനെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചുകൊള്ളു. അങ്ങനെ ചെയ്യുക അനുവദനീയമാണ്. ഒരാൾ വരുമ്പോൾ അയാളെ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോവുക എന്നത് തെറ്റില്ല. അതേസമയം തെറ്റായ കാര്യമാണ് ഒരാൾ ഇരിക്കുക, ബാക്കിയുള്ളവരൊക്കെ അയാളെ ബഹുമാനിച്ചുകൊണ്ട് നിൽക്കുക. പാടില്ലാത്തതാണ്, അത് പാടില്ലാത്ത കാര്യമാണ്. അതേസമയം ഒരാൾ വരുമ്പോൾ അയാൾ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോവുക എന്നത് തെറ്റായ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുമ്പോൾ എഴുന്നേറ്റ് ചെന്ന് സ്വീകരിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, മർഹബൻ ബിബ്നതി ഫാത്തിമ, എന്റെ മകൾ ഫാത്തിമക്ക് സ്വാഗതം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ തെറ്റില്ല. ആകെ തന്നെ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോവുക എന്നത്. സഅദ് റളിയല്ലാഹു അൻഹു അവിടേക്ക് വരികയുണ്ടായി. സഅദ് വരുമ്പോൾ ഔസ് ഗോത്രക്കാരായ ആളുകൾ സഅദിനെ പൊതിഞ്ഞിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾ ബനൂ ഖുറൈളക്കാരോട് അനുഭാവം കാണിക്കണം. കാരണം അവർ നമ്മുടെ സഖ്യകക്ഷികളായിരുന്നു ജാഹിലിയ്യത്തിൽ. ഖസറജ് ഗോത്രത്തിന്റെ സഖ്യക്കാരായിരുന്ന ബനൂ നദീറിന് അവർക്ക് ആശ്വാസം പകരുന്ന രൂപത്തിലുള്ള വിധിയായിരുന്നു കിട്ടിയത്. അവരെ കൊലപ്പെടുത്താനോ മറ്റോ തീരുമാനമുണ്ടായില്ല, വിട്ടയക്കപ്പെട്ടു. ഇതുപോലെ ബനൂ ഖുറൈളയുടെ കാര്യത്തിൽ നിങ്ങൾ നല്ല തീരുമാനമെടുക്കണം. ഇതിങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖദ് ആന ലിസഅദിൻ അല്ലാ യഖാഫ ഫില്ലാഹി ലൗമത ലായിം, അല്ലാ തഅഖുദഹു ഫില്ലാഹി ലൗമതു ലായിം. സഅദിന് നേരമായിട്ടുണ്ട് അള്ളാഹുവിന്റെ കാര്യത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാതിരിക്കാനുള്ള നേരമാണിത് സഅദിൻ എന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതോടെ പല ആളുകൾക്കും കാര്യം മതിയായി. അവർ പോയി അവരുടെ കുടുംബക്കാരോടൊക്കെ ചെന്ന് ബനൂ ഖുറൈളയുടെ കാര്യം തീരുമാനമായിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. അവർക്ക് മനസ്സിലായി. സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മനസ്സിൽ ജാഹിലിയത്തിന്റെ ഇതുപോലുള്ള കെട്ടുപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല, ഇസ്ലാം ഒന്ന് മാത്രമായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിനോട് പറഞ്ഞു, ഇന്ന ഹഉലാഇ നസലു അലാ ഹുക്മിക്,
ഈ ബനു ഖുറൈദ ഗോത്രക്കാർ വസഅദ് താങ്കളുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അതിന് തയ്യാറായിരിക്കുകയാണ്. താങ്കളുടെ വിധിയാണ് അവരിൽ നടപ്പിലാക്കാൻ പോകുന്നത്. സഅദ് റളിയല്ലാഹു അൻഹു അത് അവർക്കിടയിൽ വിധി പറയുകയാണ്. എന്താണ് അവരെ ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. സഅദ് പറഞ്ഞു, ഫഇന്നി അഹ്കുമു ഫീഹിം അൻ തുഖ്തല മുഖാതിലതുഹും വതുസ്ബാ ദറാരിഹിം വതുഖസ്സമ അംവാലുഹും. ഞാനിത് അവർക്കിടയിൽ വിധി പറയുന്നു. അവരിൽ യുദ്ധം ചെയ്യാൻ കഴിയുന്നവർ അഥവാ പുരുഷന്മാർ, പ്രായപൂർത്തി എത്തിയിട്ടുള്ള പുരുഷന്മാർ ആരൊക്കെ ഉണ്ടോ അവർക്ക് മുഴുവൻ വധശിക്ഷ നടപ്പിലാക്കണം. അവരുടെ സ്ത്രീകളും കുട്ടികളും ബന്ധികളാക്കപ്പെടണം. അവരുടെ സ്വത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ വീതം വെക്കപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിനോട് പറഞ്ഞു, ലഖദ് ഹകംത ഫീഹിം ബിഹുക്മില്ലാഹി മിൻ ഫൗഖി സബ്ഇ സമാവാത്ത്. സഅദ്, 7 ആകാശങ്ങൾക്ക് മുകളിലുള്ള അല്ലാഹുവിന്റെ വിധിയാണ് താങ്കൾ അവരിൽ നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിനോട് പറയുകയാണ്. സഅദിന്റെ വിധി ബനൂ ഖുറൈദയിൽ നടപ്പിലാക്കപ്പെടുന്നു. അവരിലെ പുരുഷന്മാരെ വേർതിരിച്ച് നിർത്തുകയാണ്. അവർ 400 പേരുണ്ടായിരുന്നുവെന്നും 600 പേരുണ്ടായിരുന്നുവെന്നും ഒക്കെ അഭിപ്രായമുണ്ട്. അവരെ വേർതിരിച്ച് നിർത്തപ്പെടുകയും അവരെ കൂട്ടം കൂട്ടമായി അല്പാൽപമായി ആളുകളെ കൊണ്ടുപോവുകയും എന്നിട്ട് അവരെ മുഴുവൻ അഥവാ പ്രായപൂർത്തിയെത്തിയ അവരിലെ പുരുഷന്മാരെ മുഴുവൻ മുസ്ലിമീങ്ങൾ വധശിക്ഷ നടപ്പിലാക്കുകയുണ്ടായി. അവരുടെ സ്ത്രീകളും കുട്ടികളും യുദ്ധ തടവുകാരായി ബന്ധികളായി പിടിക്കപ്പെടുകയും ചെയ്തു. ബനൂ ഖുറൈദ ഗോത്രക്കാർക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ ഈ ശിക്ഷയെക്കുറിച്ച് ആധുനിക കാലത്ത് കാപട്യവും അതുപോലെ നന്മയെന്നും നീതിയെന്നും തോന്നുന്ന എന്നാൽ തികഞ്ഞ അനീതിയും വഞ്ചനയും കൈമുതലാക്കിയിട്ടുള്ള ആളുകൾ പല ആരോപണങ്ങളും പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഖുറൈദയെ അവരെ ശിക്ഷിച്ച നടപടി എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങൾ പറയുന്ന കാരുണ്യത്തിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിശേഷണവും ഈ പ്രവർത്തനവും എങ്ങനെ യോജിക്കും എന്ന് അങ്ങേറ്റത്തെ കാപട്യത്തിന്റെയും അനീതിയുടെയും അക്രമത്തിന്റെയും രക്തചിന്തകളുടെയും ആളുകളായ മതനിഷേധികളും മറ്റും ചോദിക്കാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ബുദ്ധിയുള്ളവരെ ആലോചിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. ഈ സംഭവത്തിൽ പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട 7 കാര്യം. ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നടപ്പിലാക്കിയത് അല്ലാഹുവിന്റെ വിധിയാണ്. അല്ലാഹുവിന്റെ വിധിയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭിപ്രായമനുസരിച്ച് സംസാരിക്കുകയില്ല, അല്ലാഹുവിന്റെ വഹി അനുസരിച്ചിട്ടല്ലാതെ. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹുവിന്റെ വിധിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയിട്ടുള്ളത്. അല്ലാഹു അവന്റെ ശത്രുക്കളെ ശിക്ഷിച്ചിട്ടുണ്ടോ? അത് നീതിയാണ്. അല്ലാഹു നീതിയല്ലാതെ ഒരിക്കലും അനീതി ചെയ്യുകയില്ല. അവന്റെ പ്രവർത്തനങ്ങളെല്ലാം ഒന്നുകിൽ ഫദ്ലാണ്, അല്ലെങ്കിൽ അദ്ലാണ്. ഒന്നുകിൽ ഔദാര്യമാണ്, കാരുണ്യമാണ്, അല്ലെങ്കിൽ നീതിയാണ്. ഇതല്ലാത്ത ഒന്നില്ല. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തക്ക് കഴിഞ്ഞ ഉടനെ കത്തിക്കപ്പെട്ട പകയുമായി കത്തുന്ന പകയുമായി വാളുമെടുത്ത് ബനൂ ഖുറൈദയിലേക്ക് പുറപ്പെട്ടോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോവുകയാണ്. അവിടുത്തെ ആയുധം താഴെ വെച്ചു, കുളിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുകയാണ്, എന്ത്, ആയുധം താഴെ വെച്ചോ? ഞങ്ങൾ വെച്ചിട്ടില്ല, ചെല്ലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, എവിടേക്കാണ് പോകേണ്ടത്? ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ബനൂ ഖുറൈദയുടെ അരികിലേക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ
നിർദ്ദേശം അനുസരിച്ചിട്ടല്ലാതെ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ടല്ലാതെ കൊണ്ടുപോയിട്ട്. അള്ളാഹുവിന്റെ വിധിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം രക്തം ചിന്തലല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റബ്ബ് നിയോഗിച്ചത് പ്രകാശം പരത്താനാണ്, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാനാണ്. ജനങ്ങളെ ആ വെളിച്ചത്തിൽ നിന്ന് തടയുന്ന, ഹിദായത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ സ്വാഭാവികമായി നീക്കം ചെയ്യേണ്ടി വരും. അത് അള്ളാഹുവിന്റെ നബിമാർ ചെയ്തിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, റബ്ബിന്റെ കൽപ്പനയാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഖുറൈലക്ക് നടപ്പിലാക്കിയത് അവരുടെ കൊടും വഞ്ചനക്ക്, അവരുടെ കൊടും ചതിക്കുള്ള ശിക്ഷയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചെയ്ത പ്രവർത്തനത്തിനുള്ള ശിക്ഷയാണ് നടപ്പിലാക്കിയത്. അവർ ചതിയുടെ ആളുകളാണ്, അള്ളാഹുവിന്റെ നബിമാരെ കൊലപ്പെടുത്തിയവരാണ്, യഹ്യ അലൈഹിസ്സലാമിനെ ഈർച്ചവാൾ കൊണ്ട് ഈർന്നു കൊന്നവരാണ്. യഹൂദികളുടെ ചരിത്രം എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് യഹൂദികളുടെ ചരിത്രം? ആരാണ് യഹൂദികൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല യാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ മക്കളെ എന്ന് അഭിസംബോധന ചെയ്തവർ. യാഖൂബ് അലൈഹിസ്സലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ മക്കളെ എന്ന് അഭിസംബോധന ചെയ്തവരാണ് അവർ. ആ അഭിസംബോധന എന്തുകൊണ്ട് അങ്ങനെ വന്നു? പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ഒരു നല്ല മനുഷ്യനായിരുന്ന ഒരാളുടെ മകൻ വഴിപഴച്ചാൽ ആളുകൾ അവനെ ഉപദേശിക്കുമ്പോൾ പറയും, ഇതാ എന്റെ ബാപ്പ എത്ര നല്ല ആളായിരുന്നു, നീ ഇങ്ങനെ ആകാൻ പാടുണ്ടോ, നീ അത് ഓർക്കണ്ടേ എന്ന് പറയുന്നത് പോലെയുണ്ട് അള്ളാഹുവിന്റെ ഇവിടെ. യാ ബനി ഇസ്രായീൽ, ഇസ്രായേലിന്റെ മക്കളെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവരെ വിളിച്ച് ഖുർആനിൽ പറഞ്ഞത് കാണാം. നിങ്ങൾ മുസ്ഹഫ് എടുത്താൽ സൂറത്തുൽ ബഖറയിൽ തുടക്കത്തിൽ നമുക്ക് കാണാം അള്ളാഹു അവരോട് പറയുന്നു, വലാ തകൂനു അവ്വല കാഫിരിൻ, നിങ്ങൾ ഇതിൽ നിഷേധിക്കുന്ന ആദ്യത്തെ ആളുകളാകല്ലേ, നിങ്ങൾ ഇതിൽ ആദ്യം വിശ്വസിക്കേണ്ട ആളുകളാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ നബിമാരെ പരിചയിച്ചവരാണ്. ആ നബിമാരെങ്ങനെയുള്ളവരാണ്, അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ അടയാളങ്ങൾ എന്താണ് നിങ്ങൾക്കറിയാം. നിങ്ങൾ കിതാബ് നൽകപ്പെട്ടവരാണ്. അള്ളാഹു നിങ്ങൾക്ക് പല ജനങ്ങളെക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹു വിളിച്ചവർ. പക്ഷെ അവരുടെ ചെയ്തികൾ എന്താണ്? യാ സുബ്ഹാനല്ലാഹ്, മഗ്ദൂബുൻ അലൈഹിം, അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായവർ. ദുരിബത അലൈഹിമു ദില്ലതു വൽ മസ്കന, നിന്ദതയും പതിത്തവും അവർക്ക് മേൽ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഈ രൂപത്തിൽ അവരാകാനുള്ള കാരണം എന്താണ് അവരുടെ പ്രവർത്തനം? നന്ദികേടിന്റെ, ചതിയുടെ, അവിശ്വാസത്തിന്റെ, നിഷേധത്തിന്റെ, ധിക്കാരത്തിന്റെ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറഔനിന്റെയും അവന്റെ സൈന്യത്തിന്റെയും കൈകളിൽ നിന്ന് കടൽ പിളർത്തി അവരെ രക്ഷപ്പെടുത്തുകയാണ്. അവരുടെ ആൺമക്കളെ അറുകൊല ചെയ്തിരുന്ന അവരുടെ പെൺമക്കളെ ജോലികൾക്കും അവർക്ക് സേവനം ചെയ്യാനും മറ്റും ജീവിക്കാൻ അനുവദിച്ച, അവർക്ക് വേദനയേറിയ പീഡനങ്ങൾ അവർക്ക് നൽകിയ ഫിറഔനിൽ നിന്ന് അള്ളാഹു കടൽ പിളർത്തി അവരെ രക്ഷപ്പെടുത്തി. എന്നിട്ട് അതിലൂടെ നടന്നു വന്ന് കാലിന്റെ നനവ് മാറിയിട്ടില്ല. അപ്പോഴേക്കും മൂസ അലൈഹിസ്സലാമിനോട് ഒരു ബിംബത്തെ, അതിനു ചുറ്റും ജനങ്ങളെ ചുറ്റിക്കൂടി ആളുകളെ കണ്ടപ്പോൾ മൂസാ നബിയോട് പറഞ്ഞെന്താണ്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് കണ്ടാരാധിക്കാനുള്ള ഒരു ദൈവമുള്ളതുപോലെ ഞങ്ങൾക്കൊന്നിനെ ഏർപ്പെടുത്തി തന്നാൽ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മൂസ അലൈഹിസ്സലാം അള്ളാഹു നിശ്ചയിച്ച ഏതാനും നാളുകൾ റബ്ബുമായുള്ള സംഭാഷണത്തിന് പോയി വരുമ്പോഴേക്കും ഇവിടെ കാളക്കുട്ടിയെ പൂജിക്കുകയാണ്. ഹാദാ ഇലാഹു, ഇലാഹു, ഇതാണ് മൂസായുടെ ഇലാഹ്, ഇതാണ് നമ്മുടെ ഇലാഹ്. വ ഇലാഹു മൂസ ഫനസി, ഇതാണ് മൂസായുടെയും ഇലാഹ്. എന്നിട്ട് മൂസാ നബി അത് മറന്നിട്ട് അള്ളാഹിനോട് സംസാരിക്കാൻ വേണ്ടി എവിടെയോ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഹാറൂൻ അലൈഹിസ്സലാം അവരുടെ കൂടെയുണ്ട്. അത് വിലക്കിയപ്പോൾ ഹാറൂൻ നബിയെ കൊല്ലാൻ ഒരുങ്ങി, അംഗീകരിച്ചില്ല. ഹാറൂൻ അലൈഹിസ്സലാമിനെ അംഗീകരിച്ചില്ല. അള്ളാഹുവിന്റെ നബിമാരെ കൊന്നൊടുക്കിയവർ, റബ്ബിന്റെ നബിമാരെ കൊന്നൊടുക്കിയവർ ഏറ്റവും മോശക്കാരായ ആളുകളാണ് അള്ളാഹുവിന്റെ ഒരു നബിയെ കൊന്നവർ, അല്ലെ? അള്ളാഹുവിന്റെ നബിമാരെ കൊന്നൊടുക്കിയവർ. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ എന്താണ്? യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിന്റെ കൈ ബന്ധിക്കപ്പെട്ട കൈയാണ്. അള്ളാഹു പിശുക്കനാണ് എന്നാണ് അവർ പറയുന്നത്. അള്ളാഹു പറഞ്ഞു ഗുല്ലത ഐദീഹിം, അവരുടെ കൈകൾ ബന്ധിക്കപ്പെടട്ടെ. വലുഇനു ബിമാ ഖാലു,
അവർ പറഞ്ഞത് കാരണത്താൽ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. ബൽ യദാഹു മബ്സൂതതാൻ യുൻഫിഖു കൈഫ യശാ. അല്ലാഹുവിന്റെ കൈകൾ അത് നിവർത്തപ്പെട്ട കൈയാണ്, നീട്ടിപ്പിടിച്ച കൈയാണ്. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അത് ചെലവഴിക്കുന്നു. അവർ റബ്ബിനെ കുറിച്ച് പറഞ്ഞു, ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയ. ഞങ്ങൾ ആരാണ്? ഞങ്ങൾ ആണ് സമ്പന്നർ, അല്ലാഹു ദരിദ്രനാണ്. ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റബ്ബിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ. മൂസ അലൈഹിസ്സലാമിനെ അവർ ദ്രോഹിച്ച ദ്രോഹങ്ങൾക്ക് കണക്കില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസകരമായ ഒരു വാക്ക് കേട്ടപ്പോൾ ഒരിക്കൽ പറഞ്ഞു, റഹിമല്ലാഹു മൂസ. മൂസാ നബിക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ. ഫഖദ് ഊദിയ അക്തറ മിൻ ഹാദാ ഫസബർ. ഇതിനേക്കാൾ പ്രയാസങ്ങൾ മൂസ അലൈഹിസ്സലാം അനുഭവിച്ചു, പക്ഷെ മൂസാ നബി ക്ഷമിച്ചു. മൂസാ നബിയുടെ ക്ഷമയോർത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിക്കുകയാണ്. അല്ലാഹുവിന്റെ കലീമായ അവന്റെ റസൂലിനെ അവർ ദ്രോഹിച്ച ദ്രോഹങ്ങൾക്ക്, മൂസാ നബിയെ കുറിച്ച് പറഞ്ഞ മോശമായ ആരോപണങ്ങൾ, അത് ആ ചരിത്രമുള്ളവരാണ് യഹൂദികൾ. പോകട്ടെ, അള്ളാഹുവിന്റെ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവരെന്താണ് ചെയ്തത്? അവർക്ക് നബി ഏറ്റവും നന്നായി അറിയാം. നബി വരുന്നതിന് മുമ്പ് ശത്രുക്കളോട് അവർ പറയും, ഇതാ ഒരു നബി വരാനുണ്ട്, ആ നബി വന്നാൽ ഞങ്ങൾ പിന്നാലെ കൂടി നിങ്ങളെ പരാജയപ്പെടുത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവർ നിഷേധിക്കുകയാണ്. സഹാബികൾ, മദീനക്കാരായ സഹാബിമാർ പലരും അവരോട് ചോദിച്ചു, അല്ല കൂട്ടർ, നിങ്ങളല്ലേ പറഞ്ഞിരുന്നത് ഒരു നബി വരാനുണ്ട്, ഇതാ നിങ്ങൾ പറഞ്ഞ നബിയല്ലേ ഇത്, എന്നിട്ട് നിങ്ങൾ എന്താണ് വിശ്വസിക്കാത്തത്? എന്താണ് കാരണം? ബഗിയൻ അയ്യുനസ്സിലല്ലാഹു മിൻ ഫദ്ലിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി. അല്ലാഹു അവന്റെ ഔദാര്യം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകിയെന്ന പക കാരണത്താൽ അറബികളോടുള്ള അസൂയയും പകയും വിദ്വേഷവും കുഫറിലേക്ക് നയിക്കും. സ്വന്തം മക്കൾ അറിയുന്നത് പോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയാണെന്ന് തൗറാത്തിൽ അടയാളം വെച്ച് അവർക്കറിയാം. എത്ര ആൾക്കൂട്ടത്തിൽ വെച്ചും സ്വന്തം മക്കൾ ഒരാൾക്ക് മാറിപ്പോവുകയില്ല എന്നതുപോലെ തൗറാത്തിൽ അടയാളങ്ങൾ കണ്ട് അത് വായിച്ചറിഞ്ഞവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാലറിയത് അള്ളാഹുവിന്റെ റസൂലാണ്, അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട നബിയാണ്. നിഷേധിച്ചു എന്ന് മാത്രമല്ല, എത്ര തവണയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കൊല്ലാൻ ഒരുങ്ങിയത്? ലബീദ് ബിൻ ആസം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ സിഹർ ചെയ്തവൻ ആരാണ്? യഹൂദിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവർ. ഖൈബറിൽ നബിക്ക് വിഷം പുരട്ടിയ മാംസം കൊടുത്തത് ആരാണ്? യഹൂദി പെണ്ണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ വേളയിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ട്, ഇതാ ആ ഖൈബറിൽ ആ പെണ്ണ് തന്ന വിഷം അത് എനിക്ക് പ്രയാസമുണ്ടാക്കിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അർത്ഥത്തിൽ പറയുകയുണ്ടായി. വഫാത്തിന്റെ വേളയിൽ നബിയെ വരിഞ്ഞു മുറുക്കിയ പ്രയാസങ്ങളിൽ ഒന്ന് ഖൈബറിൽ ആ പെണ്ണ് കൊടുത്ത വിഷമായിരുന്നു. ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷഹീദിന്റെ പ്രതിഫലം കൂടിയുണ്ട്, രക്തസാക്ഷിയുടെ പ്രതിഫലം കൂടിയുണ്ട്. കാരണം ഈ വിഷം കൂടി നബിയുടെ വഫാത്തിന് ഒരു നിലക്ക് മരണത്തിന് കാരണമായിട്ടുണ്ട്. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ നബിമാരോട് ചെയ്തവർ അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു, ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചുപോയി, പാറക്കല്ലുകളെക്കാൾ കരിങ്കല്ലിനേക്കാൾ കടുത്ത ഹൃദയമുള്ളവർ. അതുകൊണ്ട് അത്ഭുതപ്പെടേണ്ടതില്ല. അവർ ചെറിയ കുട്ടികളെ അവർക്ക് നേരെ, അവരുടെ തലക്ക് നേരെ തോക്ക് ചൂണ്ടി വെടിവെച്ചു കൊന്നാൽ എന്ത് അത്ഭുതമാണ്! അള്ളാഹുവിന്റെ നബിമാരെ കൊന്നുകളഞ്ഞവർ. നബിമാരെക്കാൾ ശുദ്ധ ഹൃദയമുള്ള മറ്റാരുണ്ട്? ഒരു പഴയ യഹൂദി പട്ടാളത്തിലുണ്ടായിരുന്ന ഒരുവൻ വയസ്സനായിട്ടുണ്ട്. പക്ഷെ അവൻ ക്രൂരമായ ചിരിയോടെ പറയുകയാണെന്ത്, ഞാൻ പട്ടാളത്തിലായിരുന്ന കാലത്ത് സ്കൂൾ കുട്ടികൾ കൈകളിങ്ങനെ ഉയർത്തും, ഞാൻ അവരെ ഓരോരുത്തരെ വെടിവെച്ചു കൊല്ലും, ഫലസ്തീനികളായ കുട്ടികളെ. അയാൾ പറയുകയാണ്, ഈ ആളുകൾ. എന്നിട്ട് അവരുടെ രാഷ്ട്രത്തലവൻ എഴുതുകയാണ്, ഞങ്ങൾ ഈ കിരാതമായ ആശയത്തിനെതിരിൽ, ഇസ്ലാമിനാണ് അവൻ ഉദ്ദേശിക്കുന്നത്, യഹൂദി ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിനെയാണ്, കിരാതമായ ഈ പ്രാകൃതമായ ആശയത്തിനെതിരെ ഞങ്ങൾ പോരാടുകയാണ്. ആരാണ് എഴുതുന്നത്? അള്ളാഹുവിനെ ധിക്കരിച്ചതിന്റെ പേരിൽ, റബ്ബിന്റെ നിയമങ്ങൾക്ക് മേൽ കൗശലം പ്രയോഗിച്ചതിന്റെ പേരിൽ അള്ളാഹു രൂപം മാറ്റി കുരങ്ങന്മാരാക്കി കളഞ്ഞവരുടെ സഹോദരങ്ങളാണ് ഈ എഴുതുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എത്രമാത്രം സത്യമാണ്. മുസ്ലിമീങ്ങളുടെ തിന്മകളെ കുറിച്ച്, മുസ്ലിമീങ്ങളെ ഈ രൂപത്തിൽ വിശേഷിപ്പിക്കുന്ന അള്ളാഹുവിന്റെ കോപത്തിനിരയായ സമൂഹത്തിൽ ഉൾപ്പെട്ടവനെ നിനക്ക് നാണമില്ലേ? കാരണം ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ തിന്മകൾ, മുഅ്മിനീങ്ങളുടെ തിന്മകൾ
അത് ലോകത്തുള്ള ഭൂമിയിലുള്ള ചരൽ കല്ലുകളുടെയും മൺതരികളുടെയും അത്രയും എണ്ണമുണ്ട് എങ്കിൽ പോലും, ശ്വാസവിശ്വാസങ്ങളുടെ അത്രയും എണ്ണമുണ്ട് എന്ന് വന്നാൽ പോലും ഒരൊറ്റ നബി, അള്ളാഹുവിന്റെ നബിമാരിൽ ഒരു നബിയെ നീ കൊന്നതിനോളം ആ തിന്മയൊന്നും വരികയില്ല. അള്ളാഹുവിനെ കുറിച്ച് യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ഉസൈർ അള്ളാഹുവിന്റെ മകനാണ് എന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ അത്ര മുസ്ലിമീങ്ങളുടെ തിന്മകൾ എവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അതിനോളം വരികയില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്കുകളാണ്. ഈ ചരിത്രമുള്ളവരാണവർ. لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا. മുഅ്മിനുകളോട് ഏറ്റവും കടുത്ത ശത്രുതയുള്ളവരായി നിനക്ക് കാണാം യഹൂദി, ആദ്യം എണ്ണിയവരെയാണ്, പിന്നെ മുശ്രിക്കുകൾ. ചതിയുടെ, വഞ്ചനയുടെ, അക്രമങ്ങളുടെ, വിദ്വേഷത്തിന്റെ, പകയുടെ, കണ്ണിൽ ചോരയില്ലായ്മയുടെ, സിഹറിന്റെ, പലിശ പൂജിക്കലിന്റെ, താഗൂത്തുകളാൽ അള്ളാഹുവിന്റെ വിധികൾ മാറ്റിമറിക്കുന്നതിന്റെ. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു അതിനേക്കാൾ അപകടമാണ് ഈ തിന്മകളും തോന്നിവാസങ്ങളും ഒക്കെ. എന്നിട്ട് അവർ പറയാണ് ഇതൊക്കെയാണ് നമ്മൾ തൗറാത്തിലുള്ളത് എന്ന്. അതൊക്കെ അള്ളാഹു അവതരിപ്പിച്ച തൗറാത്തിലേക്ക് ചേർത്ത് പറയുകയും ചെയ്തു. അതുകൊണ്ട് ഇങ്ങനെയുള്ള സങ്കല്പിക്കാനാകാത്ത തിന്മകളുടെ വക്താക്കൾ, ദജ്ജാലിനെ കാത്തിരിക്കുന്നവർ, മസീഹ് ദജ്ജാലിനെ കാത്തിരിക്കുന്നത്, ഇമാം അവനാണ്. മസീഹ് ദജ്ജാലിനെ കാത്തിരിക്കുക, അതിനുവേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് വൃത്തികേടുകളും തിന്മകളും ഒക്കെ നിറഞ്ഞാൽ അവൻ വരികയുള്ളൂ. അപ്പൊ അത് നിറയണം. അതാണ് യഹൂദന്റെ മനസ്സിലാഗ്രഹം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ ഷർറുകളിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. ആമീൻ. ഈ ചരിത്രമുള്ളവരാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവരുടെ ചതിക്കുള്ള, വഞ്ചനക്കുള്ള ശിക്ഷയാണ് നടപ്പിലാക്കിയത്. രണ്ടാമത്തെ കാര്യം അതാണ്. ഒന്ന്, അള്ളാഹുവിന്റെ വിധിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയത്. രണ്ട്, അവരുടെ ചതിക്ക് വഞ്ചനക്കുള്ള ശിക്ഷയാണ് നടപ്പിലാക്കിയത്. മൂന്നാമത്തെ കാര്യം ചിന്തിച്ചു നോക്കുക. ഖന്തഖ് യുദ്ധം എങ്ങാനും നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ ആ 10,000 വരുന്ന സൈന്യം മദീനയിൽ കയറി, മദീനയുടെ തിരുവോരങ്ങളിൽ, മദീനയുടെ ഇടവഴികളിലൊക്കെ കയറി മുസ്ലിമീങ്ങൾക്കെതിരിൽ വിജയം നേടുകയാണ് എങ്കിൽ ബനൂ ഖുറൈദ, ഈ ഗോത്രം, അവരുടെ കൂടെ കൂടി എന്താണ് മുസ്ലിമീങ്ങളെ ചെയ്യുക? ഏതെങ്കിലും മുസ്ലിം അവർ ബാക്കി വെക്കുമോ? കുഞ്ഞുങ്ങളെ ബാക്കി വെക്കുമോ? സ്ത്രീകളെ ബാക്കി വെക്കും? ആരെയും ബാക്കി വെക്കുകയില്ല. അതിനൊരുങ്ങിയ ഖൗമിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശിക്ഷ നൽകി. അതിനൊരുങ്ങിയ ഖൗമിനാണ്, ആ വിഭാഗത്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശിക്ഷ നൽകിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഭരണാധികാരിയാണ്. ഇത് പറഞ്ഞപ്പോൾ ചില മതനിഷേധികൾ പറഞ്ഞു, ബനൂ ഖുറൈലക്കാരോട് ചെയ്തതോ? ബനൂ ഖുറൈലക്കാരോട് ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഭരണാധികാരിയാണ് എന്നതിനുള്ള തെളിവുകളിലൊന്നാണ്. ബനൂ ഖുറൈലക്ക് വേണ്ടത് ബനൂ ഖുറൈലക്ക്, അവർക്ക് യോജിച്ചത് അവർക്ക് കൊടുക്കുക. അതാണ് യഥാർത്ഥ ഭരണാധികാരി ചെയ്യേണ്ടിയിരുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. നാലാമത്തെ കാര്യം, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനാണ് നബി അവരുടെ കാര്യത്തിൽ വിധി പറയാൻ ഏൽപ്പിച്ചത്. നബി ഒരു വിധി പറഞ്ഞില്ല, അവർക്കതിൽ തൃപ്തിയായിരുന്നു എന്ന് പറഞ്ഞ സഅദ് അവരുടെ കാര്യത്തിൽ വിധി പറയുക എന്നത് അവർക്ക് തൃപ്തിയുള്ള കാര്യമായി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയത്. അവരുമായി സഖ്യത്തിലുണ്ടായിരുന്ന ഒരു കക്ഷി, അവരിൽ ഒരാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരിൽ വിധി പറയാൻ ഏൽപ്പിച്ചു. അഞ്ചാമത്തെ കാര്യം, ഈ പറയപ്പെട്ട ശിക്ഷ, യുദ്ധത്തിന് സാധിക്കുന്ന പുരുഷന്മാരെ കൊന്നുകളയുകയും മറ്റുള്ളവരെ ബന്ധികളാക്കുകയും ചെയ്യുക എന്ന ശിക്ഷ പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ പുതുതായി വന്നതല്ല. അവരുടെ കയ്യിലുള്ള തൗറാത്തിലുണ്ട്. തൗറാത്ത് ഇന്നും നമുക്കത് വായിക്കാൻ പറ്റും. അവരുടെ കയ്യിലുള്ള വേദഗ്രന്ഥത്തിൽ ഇന്നും അതുണ്ട്. ഇന്നും അത് നമുക്ക് വായിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ മജ്‌ലിസ് അതിന് യോജിച്ചതല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല എന്ന് മാത്രം. അവരുടെ വേദഗ്രന്ഥത്തിൽ ഇന്നും അതങ്ങനെ തന്നെയുണ്ട്. ഇതേ ശിക്ഷ ഇതുപോലുള്ള കാര്യം ചെയ്താൽ നടപ്പിലാക്കിയ ചരിത്രവും ആ നിയമവും അവരുടെ തൗറാത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ആ വിധി തന്നെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ആറാമത്തെ കാര്യം, നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുർ റഹ്മ, റഹ്മത്തിന്റെ റസൂലാണ്. യാതൊരു സംശയവുമില്ല. ഈ സംഭവം ഒരിക്കലും അതിനെതിരാകുന്നില്ല.
അല്ലെങ്കിൽ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് എല്ലാ ശത്രുക്കളിലും ഈ വിധി നടപ്പിലാക്കിയില്ല? ഇത് കഴിഞ്ഞിട്ടാണ് ഫത്ഹ് മക്ക ഉണ്ടാകുന്നത്, മക്ക വിജയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കീഴിൽ ഇതിനേക്കാൾ സാമ്രാജ്യവും അനുയായികളും സൈന്യവും ഒക്കെ ഉണ്ടായി. അധികാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനേക്കാൾ ഉയർന്ന സ്ഥിതിയിൽ ബനൂ ഖുറൈളയുമായി യുദ്ധം ചെയ്യുന്ന സമയത്തേക്കാൾ ഉയർന്ന സ്ഥിതിയിലുണ്ടായി. എന്നിട്ടോ കീഴിൽ കിട്ടിയതാരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ശക്തിയോ അധികാരമോ ഇല്ലാത്ത കാലത്ത് അവർ ഉപദ്രവിച്ചവർ, അവരാണ് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. എന്തു ചെയ്താലും ചോദിക്കാൻ ആരും ഉണ്ടാവുകയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എങ്ങനെയാണ് പ്രവർത്തിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒന്നടങ്കം മാപ്പ് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അവരിൽ എണ്ണം പറഞ്ഞ വിരലിലെണ്ണാവുന്ന ആളുകൾക്കല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. പോകട്ടെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എല്ലാവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തന്നെ ചെയ്യും എങ്കിൽ യഹൂദികളിൽ തന്നെ 2 ഗോത്രങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വഞ്ചന കാണിച്ച, മുസ്ലിമീങ്ങളുടെ അക്രമം കാണിച്ച 2 കൂട്ടരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൊലപ്പെടുത്താതെ വിട്ടിട്ടുണ്ട്. ബനു നദീർ, ബനു ഖൈനുഖ, 2 ഗോത്രങ്ങൾ. എന്റെ അവരോട് ഇതുപോലെ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുമായിരുന്നില്ലേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുർ റഹ്മ, അവിടുന്ന് കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. അതിന് ഈ സംഭവം ഒരു നിലക്കും എതിരല്ല. 6 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. 7ാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തെക്കുറിച്ച് സംശയം പറയുന്നവൻ ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഖലാസ്, മാത്രമല്ല മതനിഷേധികൾ ആരാണവർ? അവരുടെ നേതാക്കന്മാരാരാണ്? സ്റ്റാലിനെ പോലെയുള്ള നേതാക്കന്മാരുടെ പടം വെച്ച് പൂജിക്കുന്ന മതനിഷേധി മുസ്ലിമുകളെ കുറിച്ച് പറയുകയാണ്. ലക്ഷക്കണക്കിന് എണ്ണമറ്റ മനുഷ്യരെ കൊന്നുതള്ളിയ മതനിഷേധികൾ അവരാണോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, അവിടുത്തെ കാരുണ്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും നീതിമാനാണ്. അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും കാരുണ്യമുള്ളവരാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ ഓ നബിയെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ എന്താണ് പറഞ്ഞത്? ഭാര്യയാണ്, കൂടെ ജീവിച്ച ഭാര്യയാണ്. മറ്റാർക്കാണ് നബിയെ കുറിച്ച് ഏറ്റവും നന്നായി പറയാൻ സാധിക്കുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൊണ്ട് ഒരു സ്ത്രീയെയോ നബിയുടെ ഭാര്യമാരിൽ ആരെയെങ്കിലും ഒരു പെണ്ണിനെയോ ഒരടിമയെയോ ഒരിക്കലും അടിച്ചിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് വേണ്ടി ഒരിക്കലും പ്രതികാരം ചെയ്തിട്ടില്ല. അല്ലാഹുവിന്റെ ഹുർമാത്ത് ലംഘിക്കപ്പെട്ടാൽ, അല്ലാഹു പവിത്രമാക്കിയതിന്റെ പവിത്രത പിച്ചു ചീന്തപ്പെട്ടാൽ അല്ലാഹുവിന് വേണ്ടി ഫയന്തഖിമു ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി പ്രതിക്രിയ നടപ്പിലാക്കും. അതാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, നബി നടന്നു പോകവേ നജറാനിൽ നിന്നുള്ള ഒരു പരിക്കൻ പുതപ്പ് നബിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. പിന്നിൽ നിന്നൊരു ഗ്രാമീണനായ അറബി അത് പിടിച്ചിട്ട് വലിക്കുകയാണ്. ആ പുതപ്പ് കോറി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ചോര പൊടിഞ്ഞു, രക്തം പുരണ്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ അറാബി പറയുകയാണ്, മുഹമ്മദ്, അല്ലാഹു നിനക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് എനിക്ക് കുറച്ച് നൽകൂ. ആള് പൈസ വയ്ക്കാൻ വന്നതാണ്, യാചിക്കാൻ വന്നതാണ്. യാചിച്ചതിന്റെ കോലം നോക്കി നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ച് പുതപ്പ് പിടിച്ച് വലിച്ച് നബിയുടെ കഴുത്തിൽ ചോര പൊടിഞ്ഞു. എന്നിട്ട് ചോദിക്കണം, കുറച്ച് പൈസയും കൊണ്ടാ? അനസ് റളിയല്ലാഹു അൻഹു പറയുക, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ നോക്കി എന്നിട്ട് പുഞ്ചിരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ കൂടെയുള്ളവരോട് പറഞ്ഞു. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ കൽപ്പന നടപ്പിലാക്കുന്ന റസൂൽ. ജനങ്ങളോട് ഏറ്റവും സൗമ്യമായി പെരുമാറിയ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിക്ക് അധികാരമില്ലാത്ത വേളയും അധികാരത്തിന്റെ ഉയർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയ വേളയും പരിശോധിച്ചാൽ നബിയുടെ കാരുണ്യത്തിൽ മാറ്റമുണ്ടായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിന്റെ സുഗാഡംബരങ്ങളിൽ മുഴുകിപ്പോയിട്ടില്ല, ആള് മാറിയിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം മാത്രം അല്ലാഹുവിന്റെ റസൂലാണ് അവിടുന്ന് എന്നതിനുള്ള ഏറ്റവും നല്ല തെളിവുകളിലൊന്നാണ്. ഇതാണ് സഹോദരി 7 കാര്യങ്ങൾ ബനൂ ഖുറൈളയുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അനീതിയും പ്രവർത്തിച്ചിട്ടില്ല.
ഒരു ക്രൂരതയും കാട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. അല്ലമനില്ലാഹു ഇയ്യാക്കും. ഇതിന് ശേഷം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തതുപോലെ തന്നെ, പ്രാർത്ഥിച്ചതുപോലെ തന്നെ ആ മഹാനായ സഹാബി മരണപ്പെടുകയാണ്. ഈ ശിക്ഷ അവർക്ക് നടപ്പിലാക്കിയപ്പോൾ അതാ സഅദിന്റെ കയ്യിലെ രക്തം വീണ്ടും ആ മുറിവിൽ നിന്ന് ഒഴുകുകയാണ്. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ആ മഹാനായ സഹാബിയുടെ മരണം ഒരു വല്ലാത്ത സംഭവം തന്നെയായിരുന്നു. സഅദ് ഇബ്നു മുആദ് ഔസ് ഗോത്രത്തിന്റെ നേതാവാണ്. നമ്മൾ ഈ സീറയുടെ തുടക്കത്തിൽ സഅദ് റളിയല്ലാഹു അൻഹു അതുപോലെ ഉസൈദ് ഇബ്നു ഖുദൈർ ഇവരൊക്കെ മുസ്ലിമീങ്ങളായ മനോഹരമായ ചരിത്രം നിങ്ങൾ ഒന്നുകൂടി കേൾക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അതിനുശേഷം ഇസ്ലാമിന് വേണ്ടി എത്രയാണ് ആ മഹാനായ സഹാബി പണിയെടുത്തത്, എത്ര ഉന്നതമായ ഉജ്ജ്വലമായ രംഗങ്ങൾക്കാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ അങ്ങനെയുള്ള രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സഹാബി മരണപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇഹ്തസ്സ ലഹാ അർശുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അർശ് സഅദിന്റെ മരണം കാരണത്താൽ വിറകൊള്ളുകയുണ്ടായി. അല്ലാഹുവിന്റെ മഹാസിംഹാസനം അതാണ് അർശ്. അത് അല്ലാഹുവിന്റെ പടപ്പാണ്, അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് അതിന് അള്ളാഹു ഉദ്ദേശിച്ചത് സംഭവിക്കും എന്നതിൽ യാതൊരു പ്രയാസവും നമുക്ക് തോന്നേണ്ടതില്ല. അള്ളാഹുവിന്റെ അർശ് വിറച്ചു, അള്ളാഹു നിശ്ചയിച്ചു അങ്ങനെ സംഭവിക്കാൻ. സഅദിന്റെ മരണത്താൽ അള്ളാഹുവിന്റെ അർശ് വിറച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദല്ലദീ തഹറക ലഹുൽ അർശ് വഫുതിഹത് ലഹു അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ സഅദ് മരണപ്പെട്ടപ്പോൾ തുറക്കപ്പെട്ടു. വശഹിദഹു 70,000 മിനൽ മലായിക, 70,000 മലക്കുകൾ സഅദിന്റെ ജനാസക്ക് സാക്ഷികളായി വന്നു. ലഖദ് ദമ്മ ദമ്മതൻ ثم فرج عنه, ഖബറിലേക്ക് വെക്കപ്പെട്ടപ്പോൾ ഒരിടുക്കം സഅദിന് അനുഭവപ്പെട്ടു, എന്നിട്ടത് നീങ്ങുകയുണ്ടായി. അഥവാ ഖബറിലേക്ക് വെക്കപ്പെട്ടാൽ ഒരിടുക്കം അത് ഏതൊരാൾക്കും ഉണ്ടാകുമെന്നാൽ, പക്ഷെ ഒരു മുഅ്മിനിന്റേത് പെട്ടെന്ന് തന്നെ നീങ്ങിപ്പോകും. എന്നാൽ ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അത് നീങ്ങിപ്പോവുകയില്ല. ഇത് മരണത്തിനു ശേഷവും സ്വർഗ നരകങ്ങൾക്ക് മുൻപേ ഒരു മുഅ്മിൻ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളിൽ ചിലതാണ്. അത് മുഖേന അവന്റെ പാപങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ പുറത്തു കൊടുക്കുന്നതാണ്. അനുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ, ഇഹ്തസ്സ ലഹാ അർശുർ റഹ്മാൻ, അല്ലാഹുവിന്റെ അർശ്, റഹ്മാനായ റബ്ബിന്റെ അർശ് ആ മരണം കാരണത്താൽ വിറക്കുകയുണ്ടായി. സഅദിന്റെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ജനാസക്ക് തീരെ ഭാരം ഉണ്ടായിരുന്നില്ല, എന്നാൽ തീരെ ഭാരമില്ല. അതേക്കുറിച്ച് മുനാഫിക്കുകളായ ചില ആളുകൾ പറയുകയുണ്ടായി, ഒരു ഭാരവുമില്ല സഅദിന്റെ ജനാസക്ക് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്നമാ കാനത് തഹ്മിലുഹുൽ മലായികതു മഅഹു, അവർക്ക് തീരെ ഭാരം തോന്നാത്തത് എന്തുകൊണ്ടായിരുന്നു? സഅദിന്റെ ജനാസ, സഅദിന്റെ മയ്യിത്ത് ആളുകൾ വഹിക്കുമ്പോൾ അവരുടെ കൂടെ മലക്കുകൾ വഹിക്കുന്നുണ്ടായിരുന്നു. മലായികത്ത് കൂടി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ വഹിക്കുന്നുണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രയാസമായി സഅദിന്റെ മരണം. സഹാബത്ത് കരയുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലമ്മ മാത സഅദ്, സഅദ് മരണപ്പെട്ടപ്പോൾ ബകാ അബൂബക്കർ വഉമർ റളിയല്ലാഹു അൻഹുമാ, അബൂബക്കറും ഉമറും കരയുകയുണ്ടായി. ഹത്താ അറഫ്തു ബുകാ അബൂബക്കർ മിൻ ബുകാഇ ഉമർ വബുകാഇ ഉമർ മിൻ ബുകാഇ അബൂബക്കർ, അബൂബക്കറിന്റെ കരച്ചിൽ എനിക്ക് ഉമറിന്റെ കരച്ചിലിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ഉമറിന്റെ കരച്ചിൽ അബൂബക്കറിന്റെ കരച്ചിലിൽ നിന്ന് എനിക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ കരഞ്ഞു എന്നാണ്. അവരുടെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുമാർ അവർ കരഞ്ഞുപോയി എന്ന്. യാ സുബ്ഹാനല്ലാഹ്, ഉച്ചത്തിൽ നിലവിളിക്കുക, അതുപോലെ അട്ടഹസിക്കുക, കുപ്പായം പൊലിച്ചു കീറുക പോലെയുള്ള കാര്യങ്ങൾ പാടില്ലാത്തതാണ്. അതേസമയം മൃദുവായ കരച്ചിലും കണ്ണുനീരും ഉണ്ടാവുക എന്നത് തെറ്റല്ല, അത് ഒരാൾക്കും തടയാൻ സാധിക്കാത്ത കാര്യമാണ്.
തടയാൻ സാധിക്കാത്ത കാര്യമാണ്. അട്ടഹസിക്കുക, അതുപോലെ കുപ്പായം പൊളിച്ചു കീറുക, നെഞ്ചത്തടിക്കുക പോലെയുള്ള കാര്യങ്ങൾ പാടില്ല. മുഖത്തടിക്കുക പോലെയുള്ള കാര്യങ്ങൾ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്ന മൻ ദറബൽ ഖുദൂദ് വശഖൽ ജുയൂബ് വദഅ ബിദഅവൽ ജാഹിലിയ്യ. കുപ്പായ കഴുത്തുകൾ വലിച്ചു കീറുക, അതുപോലെ മുഖത്തടിക്കുക, ജാഹിലിയത്തിന്റെ വിളികൾ വിളിക്കുക, ജാഹിലിയത്തിന്റെ വർത്തമാനങ്ങൾ മരണപ്പെട്ടാൽ പറയുക, ഇങ്ങനെ ചെയ്യുന്നവർ തമ്മിൽപ്പെട്ടവരല്ല. അതേസമയം അങ്ങനെ ഒന്നും ചെയ്യാതെ ഒരാൾക്ക് തടയാൻ സാധിക്കാത്ത രൂപത്തിലുള്ള കണ്ണുനീരും ശബ്ദവും, മൃദുവായ ശബ്ദവും തെറ്റായ കാര്യമല്ല. അബൂബക്കറും ഉമറും കരഞ്ഞു എന്നാണ്. സുബ്ഹാനല്ലാഹ്. സഅദ് റളിയല്ലാഹു അൻഹു ആകട്ടെ അവരുടെ കൂടെ മക്കയിലുണ്ടായിരുന്ന സഹാബിയല്ല, മദീനക്കാരനായ സഹാബിയ. പക്ഷെ ആ സഹാബി അത്രയും ഇസ്ലാമിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. അത്രയും ശ്രേഷ്ഠനായ സഹാബിയായിരുന്നു സഅദ് ബിൻ മുആദ്. മരണപ്പെടുമ്പോൾ പ്രായം വെറും 37 വയസ്സായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ ചെറിയ പ്രായത്തിൽ ഇസ്ലാമിനു വേണ്ടി ചെയ്ത സേവനങ്ങൾ. നമ്മുടെ ചെറുപ്പക്കാരിൽ, മുസ്ലിംകളിൽ ഈ പ്രായമുള്ള ചിലരെ 25-30 കഴിഞ്ഞ ചില ആളുകളെ കണ്ടാൽ ഇവനിനിയും മുലകുടി മാറിയിട്ടില്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ ആയിരിക്കും അവന്റെ സംസാരവും പ്രവർത്തനങ്ങളും എല്ലാം. നമ്മുടെ മുൻഗാമികൾ ചെറിയ പ്രായത്തിൽ അവരേറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ എത്ര വലുതായിരുന്നു, അവർ നിലകൊണ്ട രംഗങ്ങൾ എത്രമാത്രം മഹത്തരമായിരുന്നു, അവരുടെ വാക്കുകൾ എത്രമാത്രം ഉജ്ജ്വലമായിരുന്നു. ഈ പ്രായത്തിനാണ്, മരണപ്പെടുമ്പോഴുള്ള പ്രായമാണിത്. സുബ്ഹാനല്ലാഹ്. അതിനു മുമ്പ് മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ഔസ് ഗോത്രത്തിന്റെ നേതാവാണ് ആര്? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. البراء بن عازب رضي الله عنه പറയുന്നു, ഉഹ്ദിയത ലറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുല്ലത്തു ഹരീർ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പട്ടുവസ്ത്രം ദാനമായി നൽകപ്പെട്ടു. പട്ടുവസ്ത്രം പുരുഷന്മാർ ധരിക്കുക എന്നത് ഹറാമാണ്, അണിയുക എന്നത് ഹറാമാണ്. എന്നാൽ സ്ത്രീകൾക്ക് അത് ഹലാലാണ്. അതുകൊണ്ട് പുരുഷന്മാരായ സഹാബിമാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ദാനമായി നൽകിയിരുന്നു. എന്തിനു വേണ്ടി? അത് വിൽക്കാൻ അനുവദനീയമാണ്. മദ്യം പോലെ ഒരു നിലക്കും അനുവദിക്കപ്പെടാത്ത കാര്യമല്ല. വിൽക്കാം. അതുപോലെ അത് ഒരാൾക്ക് ദാനം നൽകാം, അയാൾക്ക് സ്ത്രീകൾക്കും മറ്റും കൊടുക്കാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി താലിബിന് ഇത് കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു അത് ഇട്ടിട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം മാറി. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളല്ലേ എനിക്ക് തന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിനക്ക് തന്നത് നീ ഇടാൻ വേണ്ടിയിട്ടല്ല. അലി റളിയല്ലാഹു അൻഹു പോയി അത് വീട്ടിലെ സ്ത്രീകൾക്ക് കൊടുത്തു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പട്ടുവസ്ത്രം ഹദിയയായി നൽകപ്പെട്ടു. ഫജഅല അസ്ഹാബുഹു യൽമിസൂനഹാ വയഅജബൂന മിൻ ലീനിഹാ. സഹാബിമാർ അത് തൊട്ടു നോക്കുകയും അത് എത്രമാത്രം നേർത്തതാണ്, മിനുസമുള്ളതാണ്, അതിന്റെ മിനുസം കണ്ട് അവർ അത്ഭുതപ്പെടുകയും ചെയ്തു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതഅജബൂന മിൻ ലീനി ഹാദിഹി, ഇതിന്റെ എത്ര മിനുസമാണ് എന്ന് കണ്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? ലമനാദീലു സഅദ് ഇബ്നു മുആദ് ഫിൽ ജന്ന ഖൈറുൻ മിൻഹാ വഅലിയൻ. സ്വർഗ്ഗത്തിൽ സഅദിന്റെ മിന്ദീലുകൾ എന്ന് പറഞ്ഞാൽ ടവലുകളാണ്. സ്വർഗ്ഗത്തിൽ സഅദ് ഇബ്നു മുആദിന് ലഭിക്കുന്ന തുവാലകൾ അത് ഖൈറുൻ മിൻഹാ, ഇതിനേക്കാൾ ശ്രേഷ്ഠമാണ്, വഅലിയൻ, ഇതിനേക്കാൾ മിനുസമേറിയതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിനെ കുറിച്ച് പറയുകയുണ്ടായി. ഇതാണ് ബനൂ ഖുറൈദ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇൻഷാ അല്ലാഹ് ബാക്കി സീറയിലെ ഭാഗങ്ങൾ നമുക്ക് വരുന്ന ആഴ്ച വിശദീകരിക്കാം. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.